നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NDA 2 സെപ്റ്റംബറിലൊക്കെയുള്ള എക്സാമിന്റെ മാത്സ് ക്ലാസ് ആണ്. ഇത് ഇത്തിരി നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിനുള്ള സ്കില്ല് നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏറെ ടഫാണ്. നമ്മൾ പഠിച്ചിട്ടില്ലാത്തതും പുതിയ കാര്യങ്ങളും പുതിയ രീതികളും ഒക്കെ വെച്ചുകൊണ്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട്സും ഒക്കെ നമുക്ക് ഓർമ്മയിലിരിക്കുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഏത് ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യുക, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഏതായാലും ഞാനൊരു നല്ല ക്വസ്റ്റ്യനാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സുകളും അതിനോടൊപ്പം നല്ല മെറ്റീരിയൽ തന്നുള്ള ക്ലാസ്സുകളാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. If the coefficient of x raised to 7 in ax square plus b 1 by bx whole raised to 7 is equal to the coefficient of x raised to minus 7 in ax minus 1 by bx square whole raised to 11, then ഇതിനുള്ളിലെ ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ പ്രത്യേക ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 ടേംസ് ഉണ്ടാവും. പവർ 11 ആയതുകൊണ്ട് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് പവർ പ്ലസ് 1, that is 12. ഈ 12 ടേംസിൽ എക്സ് റൈസ് 7 ഉൾപ്പെടുന്ന ഒരു ടേം ഉണ്ട്. എത്രാമതാന്ന് നമുക്കറിയില്ല, ഉണ്ട്. ആ ടേമിലെ എക്സ് റൈസ് 7ന്റെ കോയിഫിഷ്യന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളത്. അതും ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും പവർ 11 ആയതുകൊണ്ട് നമ്പർ ഓഫ് ടൈംസ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് പവർ പ്ലസ് 1, 12 ആണ്. അവിടെ എക്സ് റൈസ് ടു മൈനസ് 7 ഉൾപ്പെടുന്ന ഒരു ടേം ഉണ്ട്. അത് എവിടെയാണെന്നറിയില്ല. അതിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ എക്സ് റൈസ് 7ന്റെ കോയിഫിഷ്യന്റും ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ് റൈസ് ടു മൈനസ് 7ന്റെ കോയിഫിഷ്യന്റ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ ചെയ്തു പോകാം, സ്പീഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആദ്യം നമുക്ക് ഇതിന്റെ ജനറൽ ടേമിനെ നമ്മൾ കണ്ടുപിടിക്കണം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ ഏത് ടേമിനെ കണ്ടുപിടിക്കാനുള്ളതാണ് ജനറൽ ടേം. ദാറ്റ് ഈസ് ഫസ്റ്റ് ആണ്, ഫസ്റ്റ് ഇതിന്റെയാണ്. ദാറ്റ് ഈസ് NCR A raised to n minus r into b raised to r. ഇതാണ് ജനറൽ ടേമിന്റെ എക്സ്പാൻഷൻ മീൻസ് ഫോർമുല. ഓക്കെ, NCR A raised to n minus r into b raised to r. ഇവിടെ n എന്ന് പറഞ്ഞാൽ 11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 CR. ഇതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതും, TR plus 1, R plus 1 the term എന്നാണ് കേട്ടോ. R plus 1 the term or TR plus 1. 11 CR. A എന്ന് പറഞ്ഞാൽ ഇവിടെ AX square ആണ് കേട്ടോ. ദാറ്റ് ഈസ് AX square whole raised to 11 minus R. B എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ടേം 1 by bx, A plus b whole raised to n. ഇത് A, ഇത് B. അപ്പോൾ ഈ B യുടെ പ്ലേസിൽ 1 by bx whole raised to ആരാണ്? R. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ഈ എക്സ് റൈസ് 7 ആണ്, അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ആദ്യം ജനറൽ ടേമിനെ ഏത് ടേമും എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 11 CR A raised to 11 മൈനസ് ആർ ഉണ്ടല്ലോ. AX square whole raised to 11 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ A raised to 11 മൈനസ് ആറും X square raised to 11 മൈനസ് ആറും. X square raised to 11 മൈനസ് ആർ എന്ന് X raised to 2 into 11, 22, 2 into മൈനസ് ആർ മൈനസ് 2r ഇൻറ്റു ഇവിടെ വരുമ്പോൾ 1 raised to r, അത് വേണ്ട, b raised to r, x raised to r. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 11 CR A raised to 11 മൈനസ് ആർ x raised to 22 മൈനസ്, ഇവിടെ ഒരു മൈനസ് 2r ഉണ്ട്. ഈ x raised to r മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ മൈനസ് ആർ ആവും. ആ മൈനസ് ആറും മൈനസ് 2r ചേർത്ത് മൈനസ് 3r ഇൻറ്റു 1 by b raised to r. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ കണ്ട ഈ എക്സിന്റെ ടേം ഉണ്ടല്ലോ അവനെ, ഇതിനെ നമ്മൾ ഈ എക്സ് 7നോട്ട് ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 22 മൈനസ് 3r, 22 മൈനസ് 3r ഈക്വൽ ടു എക്സ് റൈസ് 7. നമുക്ക് ഈ എക്സ് റൈസ് 7 ഇതിനുള്ളിൽ എത്രാമത്തെ ടേമിലാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമ്പർ ഓഫ് ടൈംസ് 12 ആണ്. ഈ 12 ടൈംസിൽ എവിടെയോ എക്സ് റൈസ് 7 ഉണ്ട്. അത് എത്രാമത്തെ ടേമിലാണെന്നറിയാൻ നമുക്ക് കിട്ടിയ എക്സ് റൈസ് 2നെയും അവരാരുമായിട്ടാണോ നോക്കേണ്ടത്, എക്സ് റൈസ് 7 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, എക്സ് റൈസ് 22 മൈനസ് 3r ഈക്വൽ ടു എക്സ് റൈസ് 7. പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 22 മൈനസ് 3r ഈക്വൽ ടു 7 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അത് ഇപ്പുറത്ത് വരുമ്പോൾ നോക്കിക്കേ, 22 മൈനസ് 3r ഈക്വൽ ടു 7 മൈനസ് 22 ഓർ മൈനസ് 3r ഈക്വൽ ടു 7 മൈനസ് 22 എന്ന് പറയുമ്പോൾ മൈനസ് 15 കിട്ടും. R is equal to minus 15 by minus 3. Answer is 5.
R5 കിട്ടി. R5 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ടേം ഏതാ x7 ഉൾപ്പെടുന്ന ടേം എന്ന് പറഞ്ഞാൽ 6th ടേം, 6ാമത്തെ ടേം കേട്ടോ. ഇവിടെ കണ്ട TR+1 ആണ് കേട്ടോ. R5 കിട്ടി എന്ന് പറഞ്ഞാൽ R+1 എത്ര മോനെ 6. അപ്പം 6th ടേമിലാണ് x7 ഉള്ളത്. അപ്പൊ നമുക്ക് ആ ടേമിനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ ടേമിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സ്പാൻഷൻ കണ്ട മോനെ, ഇതാണ് x7 വരുന്നത്. ഇവിടുത്തെ ആറിന്റെ പ്ലേസിലെല്ലാം ആരെ കൊടുക്കണം 5 കൊടുക്കുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് കിട്ടും. ദാറ്റ് ഈസ് 11C5 ഉണ്ടല്ലോ. ആറിന്റെ പ്ലേസിലെല്ലാം നമുക്ക് ആരെന്ന് കൊടുക്കാം 5 എന്ന് കൊടുക്കുമ്പോൾ 11C5 a⁻11 - 5 ആണല്ലോ. 11 - 6. ഇനി x⁻22 - 3r ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും 7 ആയിരിക്കും കേട്ടോ. അതിനെ വേണ്ട x⁻22 - 3 × 5 50x7. നമുക്ക് അതിനെ കോഎഫിഷ്യന്റ് ഇങ്ങനെ x7 കിട്ടും കേട്ടോ. ഇൻറ്റു 1/b⁻5. അപ്പൊ കോഎഫിഷ്യന്റ് എടുക്കുമ്പോൾ അതിനെ മാറ്റി ബാക്കി ഇത്രയാണ് നമ്മുടെ കോഎഫിഷ്യന്റ്. ആൻസർ വരുമ്പോൾ 11C5 a⁻6 1/b⁻5. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യന്റ്. ഇത്രയും നമ്മുടെ ഏകദേശം ഫസ്റ്റ് ആ ബ്രാക്കറ്റ് ഈ എക്സ്പാൻഷനെ വെച്ചുകൊണ്ടുള്ളതായി കോഎഫിഷ്യന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 12 ടേംസിൽ ഒരു ടേമിൽ x7 ഉണ്ട്. അതിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഇതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തേനെ തുടങ്ങാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax - 1/bx² ഹോൾ റേഷ്യോ 11. അതിന്റെ ജനറൽ ടേം TR+1 എന്ന് പറഞ്ഞാൽ -1/r NCR a⁻n - r × b⁻r. ഇതാണ് അതിന്റെ ജനറൽ ടേമിന്റെ ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/r. n അവിടെ എത്ര മോനെ 11 ആണ്. ദാറ്റ് ഈസ് 11CR. a എന്ന് പറഞ്ഞാൽ ax ആണ് ഉണ്ടല്ലോ. ax ഇതാണ് a, ഇത്രയും b ആണോ. ax ഹോൾ റേഷ്യോ 11 - r. b എന്ന് പറഞ്ഞാൽ 1/bx² ഹോൾ റേഷ്യോ r. ഓക്കെ, ശരി, ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇതൊക്കെ ചെയ്ത് പഠിക്കണം. ദാറ്റ് ഈസ് -1/r 11CR a⁻11 - r x⁻11 - r. ഇവിടെ 1/r 1 തന്നെയാണ്. b⁻r x⁻2r കേട്ടോ. x⁻2r അറിയാലോ. ഈ r എല്ലാം ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/r 11CR a⁻11 - r. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ x⁻11 - r, ഇത് x⁻2r. ഈ 2r മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ x⁻2r ആവും. ഇതുമായിട്ട് ചെയ്യുമ്പോൾ x⁻ എത്ര വരും എന്ന് നോക്കിക്കേ. 11 - എത്ര ആവും 3r വരും. ഈ -1r ഈ മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ -2r ചേരുമ്പോൾ -3r ഇൻറ്റു 1/b⁻r. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് കിട്ടിയത് x⁻11 - 3r ആണ്. ദാറ്റ് ഈസ് x⁻11 - 3r നെ x⁻ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം മോനെ -7 ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ നമുക്ക് r നെ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിക്കേ, പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 11 - 3r = -7. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തുവാ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 12 ടേംസിൽ ഒരു ടേമിൽ x⁻7 ഉണ്ട്. ആ ടേമിനെ കണ്ടുപിടിക്കുന്നു, അതിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ ചെയ്യുന്നത് എത്രാമത്തെ ടേമിലാണെന്ന് അറിയല്ലോ. എത്രാമത്തെ ടേം എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഇപ്പുറത്ത് വരുമ്പോൾ നോക്കിക്കേ 18 ഏതാ -7 ഇപ്പുറത്ത് നമ്മൾ 18 -3r ഇപ്പൊ നമ്മൾ +3r. അപ്പൊ 11 + 7 18 = 3r r = 6. r = 6 എന്ന് പറഞ്ഞ മീനിങ് എന്താ മോനെ? r = 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ ടേമിലാണ് x⁻7 ഉൾപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യത്തിലും കിട്ടി. ഇവിടെ r = 5 ആയപ്പോൾ 6th ടേം, ഇവിടെ r = 6 ആയപ്പോൾ 7th ടേമിലാണ്, 7ാമത്തെ ടേമിലാണ് x⁻7 ഉള്ളത്. ഇനി നമുക്ക് അതിന്റെയും ആ 7ാമത്തെ ടേമിനെ കണ്ടുപിടിച്ച് അതിന്റെ കോഎഫിഷ്യന്റിനെ കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന കോഎഫിഷ്യന്റും ഇയാളുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ കിട്ടും. അപ്പൊ ഇവനെ അങ്ങോട്ട് പണി എന്ന് പറഞ്ഞാൽ ഈ 6 കാണുന്നിടത്തെല്ലാം നമ്മൾ ആരെ കൊടുക്കണം 6 എന്ന് കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് -1/6 11C6 a⁻11 - 6 x⁻11 - 3 × r. 3 × r 3 × 6 18 വരും. 18 വരും ഇൻറ്റു 1/b⁻6. മോനെ x⁻11 - 18 11 - 18 എന്ന് പറയുമ്പോൾ എത്ര വരും? കറക്റ്റ് -7 വരുന്നുണ്ടോ?
അപ്പൊ x⁻7 വരുന്ന ടേം ആണ്. നമുക്ക് അതിന്റെ കോയിഫിഷ്യന്റ് ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ കളഞ്ഞ് ബാക്കിയുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/6 പ്ലസ് ആണ് കേട്ടോ. പ്ലസ് ആണ്, എന്താ പറയുക, പവർ ഈവൻ ആണ്. 11c6 a⁵5 1/b⁶. ഇതാണ് നമുക്ക് കിട്ടുന്ന കോയിഫിഷ്യൻസ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ രണ്ട് കോയിഫിഷ്യൻസുകളും കിട്ടി. ആദ്യം കിട്ടിയത് കോയിഫിഷ്യന്റ് ഇതായിരുന്നു, രണ്ടാമത് കിട്ടിയ കോയിഫിഷ്യന്റ് ഇതായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 11c5 a⁶ into 1/b⁵5 ഈക്വൽ ടു 11c6 a⁵5 into 1/b⁶. ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കാൻ മോനെ 11c5 11c6 11c5ഉം 11c6 നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഈക്വൽ മോനെ. കാരണം 5 + x 11 വരുന്നുണ്ടല്ലോ. അപ്പൊ 11c5 is equal to 11c6. NCR is equal to NCn-r, ആ റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ആയി. ഇവിടെ ഒരു a⁶6 ഉണ്ട്, ഇവിടെ ഒരു a⁵5 ഉണ്ട്. അപ്പൊ a⁶6ഉം a⁵5 നമുക്ക് കെട്ടിയാൽ ഇവിടെ ഒരു a വരും. ഇവിടെ b⁵5 താഴെ, ഇവിടെ b⁶6 താഴെ. അപ്പോൾ ഈക്വൽ ടു 1/b വരും. ഉണ്ടോ? അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്താൽ ഇവിടെ ഒരു b കൂടുതലാണ്, താഴെയാണത്, അതുകൊണ്ട് വേണം. ഇത് തമ്മിൽ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു a കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ കട്ട് ചെയ്തപ്പോൾ ഇവിടെ വരും. ഇത് തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ b താഴെ 1/b വരും. ക്രോസ് മൾട്ടിപ്പിൾ ആകുമ്പോൾ നോക്കിക്കേ, a × b ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്തു പോകാനുള്ള കഴിവ് നേടിയെടുക്കണം. പഠിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും കേൾക്കാനില്ല. പഠിക്കാനുള്ള സിലബസിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആർക്കും മടി എന്നുള്ള സംഭവം ഇവിടെ ഇല്ല, ആ വേർഡിനെ സ്ഥാനമില്ല. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ചെയ്ത് ആക്യുറസി മീൻസ് ഏറ്റവും നല്ലതായിട്ട് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് എൻട്രൻസും നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ്സുകളും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതെല്ലാം നമ്മളെ അറിയിക്കും. എല്ലാവരും കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.